പുലർച്ചെ ഏകദേശം 7 മണിയോടുകൂടി നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ യാത്ര ആരംഭിക്കുന്നത് തലേന്ന് രാവിലെ 7 മണിക്ക് കോട്ടയത്ത് നിന്നുമാണ്. കോട്ടയത്ത് നിന്ന് തൃശ്ശൂർ, അവിടുന്ന് മഞ്ചേരി വഴി സുൽത്താൻ ബത്തേരിയിൽ വന്നിട്ട് അവിടെ നമ്മൾ സ്റ്റേ ചെയ്യും. ഏകദേശം ഇന്നലെ 350 കിലോമീറ്റർ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് തമിഴ്നാട്ടിലെ ഊട്ടിയിലേക്കാണ്. പൊതുവെ മലപ്പുറം ഏരിയയിലുള്ളവരൊക്കെ ഊട്ടിയിലോട്ട് പോകുന്നത് നാടുകാണി ചുരം വഴിയാണ്. നാടുകാണി ചുരം കയറി വലത്തോട്ട് തിരിഞ്ഞാൽ ഊട്ടിയിലേക്കും ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് മൈസൂരിലോട്ടും പോകാൻ പറ്റും. ഇന്ന് നമ്മൾ ഈ റൂട്ട് തിരഞ്ഞെടുക്കാൻ കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് കേരളത്തിന്റെയും കർണാടകം, തമിഴ്നാട് ഈ 3 സംസ്ഥാനങ്ങളുടെ കാടുകളിലൂടെ മൃഗങ്ങളെയൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചൊരു യാത്ര ചെയ്യാൻ പറ്റും. അപ്പൊ ഈ റൂട്ടിലൂടെ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരഞ്ഞെടുത്ത ഈ ഒരു സമയം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കാരണം ഈ സമയത്ത് വാഹനങ്ങളുടെ തിരക്ക് വളരെ കുറവാണ്. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ രാത്രി റോഡിലോട്ട് ഇറങ്ങിയ മൃഗങ്ങളൊക്കെ കണ്ട് നമുക്ക് പോകാൻ സാധിക്കും. രാത്രി കാലങ്ങളിൽ മൃഗങ്ങൾ ധാരാളം റോഡിലോട്ട് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിന്റെ ചെക്ക് പോസ്റ്റുകൾ വൈകിട്ട് 6 മണിയാകുമ്പോഴത്തേക്ക് അടയ്ക്കും. അതിനുശേഷം വണ്ടികളൊന്നും അകത്തോട്ട് കയറ്റി വിടത്തില്ല. അതുപോലെ തന്നെ പുലർച്ചെ 6 മണിയാകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ചെക്ക് പോസ്റ്റ് പിന്നീട് തുറന്നു കൊടുക്കുന്നത്. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സൂര്യന്റെ പ്രകാശം കാടുകൾക്ക് ഇടയിൽ ഇങ്ങനെ നിൽക്കുന്ന മരങ്ങൾക്ക് ഇടയിൽ കൂടെ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വെളിച്ചം, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. അതിങ്ങനെ ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകാൻ പറ്റും. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കണ്ണഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇവിടെ ധാരാളം ആനകളുണ്ട്. അതുപോലെ തന്നെ ആന, വാലിയുടെ കടുവയെ പുലിയൊക്കെ കാണാം. ഈ ആനകളെയും മാനെയും ശ്രദ്ധിച്ചോണം. ആനകളെ പിന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഈ മാൻകൂട്ടങ്ങൾ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് ഓടി വരാം. അപ്പൊ അത് നമുക്ക് അപകടം വിളിച്ചു വരുത്താം. പിന്നെ അധികം സ്പീഡിലൊന്നും പോകാതിരിക്കുക. സ്പീഡിൽ പോകാൻ പറ്റില്ല. തുടരെ തുടരെ ധാരാളം ഹമ്പുകൾ ഇവിടെ കാടുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകാനും പറ്റില്ല, പോകാതിരിക്കുക. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. മാൻകൂട്ടങ്ങൾ ധാരാളമുണ്ട്, അത് പെട്ടെന്ന് ക്രോസ് ചെയ്യാം. അതുകൊണ്ട് ആക്സിഡന്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മളൊന്ന് മൈൻഡ് വയ്ക്കുക. ശ്രദ്ധിച്ച് വളരെ കെയർഫുൾ ആയിട്ട് ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും ഏത് വാഹനത്തിലാണെങ്കിലും നിങ്ങൾ വണ്ടി ഓടിച്ചു വളരെ സാധാരണ വണ്ടി ഓടിച്ച് രണ്ട് സൈഡും നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ കാടുകൾക്കിടയിൽ ആനയോ കാട്ടുകൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ അവസാനം നമുക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ ഈ കാട്ടിലേക്ക് കയറുന്നതിന് മുമ്പ്, ചെക്ക് പോസ്റ്റ് കയറുന്നതിന് മുമ്പ് ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ടുണ്ടോ നമ്മൾ നോക്കുക. ഫ്യൂവൽ ഫില്ല് ചെയ്ത് കയറുക. അതുപോലെ തന്നെ എന്തെങ്കിലും ആഹാരം കഴിക്കാൻ വേസ്റ്റ് ചെയ്യുക. കാരണം ഇനി ഫുഡും ഫ്യൂവലും ഇത് രണ്ടും നമുക്കിനി ഗുണ്ടപ്പേട്ട കിട്ടത്തുള്ളൂ. ഈ ഒരു യാത്രയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം ഈ മുത്തങ്ങ ഫോറസ്റ്റ് കയറി, അവിടുന്ന് ബന്ദിപ്പൂര് കയറി, പിന്നെ നമ്മൾ ഗുണ്ടൽപേട്ട ഇറങ്ങി, അവിടുന്ന് ഊട്ടിക്ക് പോകാനായിട്ട് വലത്തോട്ട് പോയി, പിന്നെയും ബന്ദിപ്പൂര് കയറി, അവിടുന്ന് മുതുമല ഫോറസ്റ്റ് കയറി, മത്തനഗുഡി വഴി ഊട്ടിയിലോട്ട്. അത് നമുക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 3-3.5 മണിക്കൂർ കാടിനകത്തുള്ള ആ ഒരു യാത്ര. അത് ഒരു തവണയെങ്കിലും പോയവർക്ക് ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവും. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് പുറകെ മനസ്സിലാവും. നമ്മൾ യാത്രകൾ ചെയ്യുന്നവർ പൊതുവെ ഈ ഒരു റൂട്ട് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊരു വല്ലാത്ത അനുഭവമാണ് നമുക്ക് തരുന്നത്. നമ്മളിത് ബന്ദിപ്പൂര് ടൈഗർ റിസർവിലോട്ട് കയറുവാണ്. നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് പോകാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. ഇപ്പം ഏകദേശം ഒരു 10 മണിയൊക്കെ ആയതുകൊണ്ട് അതിലേക്കൂട്ടൊരു മാൻ ഓടി ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കയറിയിട്ടുണ്ട്. നോക്കട്ടെ. അത് ഇവിടെ കുറച്ച് മാൻകൂട്ടങ്ങൾ നിൽപ്പുണ്ട്. പുള്ളിമാനാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കിനി പോകുമ്പോഴത്തേക്ക് എന്തായാലും ആദ്യത്തെ സൈറ്റിങ് തന്നെ ഒരു മാനെ കിട്ടിയിട്ടുണ്ട്. ഇനി പോകുമ്പം ആനയോ കടുവയോ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് പോവാം. ഒരു കുരങ്ങ് സാർ ഇവിടെ ഇരിപ്പുണ്ട്. ഭയങ്കര കലിപ്പിലാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ബന്ദിപ്പൂരിൻ്റെ ടൈഗർ റിസർവിൻ്റെ കീഴിൽ ഒത്തിരി അവരുടെ വൈൽഡ് ലൈഫിൻ്റെ കുറേ പാക്കേജുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളവിടെ നിന്ന് കയറിയില്ല, ജസ്റ്റ് അതിങ്ങനെ പാസ് ചെയ്ത് വന്നപ്പം എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവരുടെ ട്രക്കിങ്ങും പിന്നെ ജീപ്പ് സഫാരി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്കതിനെപ്പറ്റി വലുതായിട്ട് അറിയില്ല. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു.
അവിടെ നമ്മുടെ അടുത്ത സൈറ്റിംഗ് ആണ്. അവിടെ കുറച്ച് മാൻ നിപ്പുണ്ട്. അതുകൊണ്ട് അവിടെ അപ്പുറത്തൊക്കെ ആയിട്ട് നിപ്പുണ്ട്. ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്ന് ശനിയും ഞായറും അവധി ദിവസം ആയതുകൊണ്ടാണ് കണ്ടമാനം വണ്ടികൾ ഊട്ടിയിലോട്ട് കയറുന്നുണ്ട്. ഞങ്ങളിങ്ങോട്ട് കയറിയപ്പോഴും ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അതാണ് നമുക്ക് മാനെ കുറച്ചും കൂടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അത് നിർത്താൻ പറ്റില്ല. പുറയിലെല്ലാം കണ്ടമാനം വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ ശ്രദ്ധിച്ച് നോക്കി പോകണം. എന്നാന്ന് വെച്ചാൽ ഈ ആനയൊക്കെ ഇതിനെ ഈ കാടുകൾക്കിടയിൽ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാണത്തൊന്നുമില്ല. കാരണം ഇത് കണ്ടില്ലേ, കണ്ടമാനം തിങ്ങി നിൽക്കുവാണ്. ഇവിടെ ഈ അടുത്തല്ലെങ്കിൽ അങ്ങോട്ട് കുറ്റിച്ചെടികൾ ഭയങ്കരമായിട്ട് വളർന്നു നിൽക്കുന്നതുകൊണ്ട് ഇത് കരിഞ്ഞ് ഉണങ്ങിയാണ് നിൽക്കുന്നതെങ്കിലും നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് പോകണം. അതേണ്ട അടുത്തത് മാന്, പുള്ളിമാനാന്ന് തോന്നുന്നു കേട്ടോ. അതെ അതെ, അടുത്ത് നിൽക്കുന്നുണ്ട്. അതേണ്ട ഇത് അവരുടെ വണ്ടിയാന്ന് തോന്നുന്നു. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ വണ്ടി. ഇത് സഫാരിയുടെ വണ്ടിയാണ്. നമുക്ക് എന്തായാലും മുന്നോട്ട് പോകും തോറും നമുക്ക് ആനയൊക്കെ കാണാവുന്ന പ്രതീക്ഷയിൽ പോവാം. നമ്മുടെ ഈ ബന്ദിപ്പൂർ കാട്ടിൽ രാവിലെ 6 മണി തൊട്ടാണ് വണ്ടികൾ കയറ്റി വിടുന്നത്. വൈകിട്ട് 9 മണി വരെയാണ് അലവ് ചെയ്യത്തുള്ളവർ. കാരണം രാവിലെ 6 തൊട്ട് വൈകിട്ട് 9 വരെ വണ്ടികൾ കയറ്റി വിടും. അപ്പം കഴിവതും നമ്മൾ 9 മണിക്ക് കാത്തു നിൽക്കുക. അതായത് കുറച്ച് 8:30 ആകുമ്പോഴത്തേക്ക് വന്ന് കയറുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം രാത്രി സമയങ്ങളിലാകുമ്പോൾ കുറേ കൂടെ മൃഗങ്ങൾ വഴി സൈഡിലെല്ലാം വന്ന് നിൽക്കും. നമുക്ക് ശരിക്കും കാണാൻ പറ്റും. കാരണം ഈ ബൈക്കൊക്കെ ഈ 9 മണിക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ കയറിയത്. പക്ഷേ ഇച്ചിരി താമസിച്ചു പോയി. അത് കാരണം വലുതായിട്ട് മൃഗങ്ങളെ കാണാൻ പറ്റുമോ ഉള്ളോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കുറേ നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന സമയത്ത് മൈസൂർ പോയിട്ട് അതിങ്ങനെ മുത്തങ്ങ കാട് കയറി നേരെ ഗുണ്ടൽപേട്ട് വന്നിറങ്ങി. അവിടുന്ന് നേരെ മൈസൂർ പോയിട്ട് തിരിച്ച് ഊട്ടിക്ക് പോകാനായിട്ട് തിരിച്ച് വന്ന് ബന്ദിപ്പൂർ കാട്ടിൽ കയറി. ഇതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ ആദ്യം കയറിയ സമയത്ത് 2 തവണയായിട്ട് കുറച്ച് മാനുകളെ കണ്ടു. അല്ലാതെ ഒന്നിനെ കാണില്ല. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ, ഞങ്ങളുടെ ഒരു 5-8 പേരുണ്ട്, ഞങ്ങളിങ്ങനെ വണ്ടിയിൽ ഇരുന്നിങ്ങനെ നോക്കുക. ഒരു രക്ഷയില്ല, ഒന്നിനെ കാണുന്നില്ല. അങ്ങനെ കുറേ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ഈ കാടിനകത്ത് ആന നിൽക്കുന്ന സ്പോട്ട് ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണത്തില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട്ടിൻ്റെ അകത്ത് ഇത് കണ്ടില്ല, ഇങ്ങനെ ഇത് വളർന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി ദൂരത്ത് ആനകൾ നിന്നാലോ ഇല്ല വേറെ എന്തെങ്കിലും ആനിമൽസ് നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അവൻ്റെ ഭാഗ്യത്തിന് എങ്ങനെയോ, ഞങ്ങളുടെ ഭാഗ്യം എങ്ങനെ അവൻ്റെ കണ്ണിലത് അവിടേക്ക് അവൻ സ്പോട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഇതിനകത്തുനിന്ന് ഒരു പ്രാവശ്യം ആനയെ കണ്ടിട്ടുണ്ട്. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു, വണ്ടികളെല്ലാം ബ്ലോക്കാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ ഊട്ടിക്ക് പോകുമായിരുന്നു. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. അതെ, നിലവിൽ ഇവിടം വരെയാണ് കർണാടകയുടെ അതിർത്തിയുള്ളത്. കർണാടക സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള കാടിൻ്റെ അതിർത്തിയാണ് ഈ ഭാഗം. ഇവിടെ കൊണ്ട് അത് അവിടെ തീരുക. ഇനി എനിക്ക് തോന്നുന്നു ഇവിടുന്ന് തമിഴ്നാടിൻ്റെയാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് ഇനി അടുത്ത ഇത് തുടങ്ങുകയാണ്, മുതുമലൈ ടൈഗർ റിസർവ്. വണ്ടികളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. കണ്ടമാനം വണ്ടികളായതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് കയറ്റി വിടുന്നുമുണ്ട്. സിംഹവാലം കുറേ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട അവിടെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരു മലയണ്ണാൻ ഓടി കയറി പോകുന്നുണ്ട് അവിടെ അടുത്ത സ്പോട്ടിങ്. അതുകൊണ്ട് അവിടെ കുറച്ച് പുള്ളിമാനുകൾ നിൽപ്പുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ വണ്ടികൾ കണ്ടമാനം കയറി വരുന്നതുകൊണ്ട് പുറകിൽ വന്നിട്ട് അവർ ശല്യം ഉണ്ടാക്കും നമ്മളെയും കൂടെ. അതുകൊണ്ട് അവിടെ ഒരു ഒറ്റയ്ക്ക് ഒരു വാൻ നിൽക്കുന്നുണ്ടോ.
ഇവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെതറി കണ്ടമാനം ഇഷ്ടംപോലെ മാനുകളെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഈ നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റിൽ കയറിയപ്പോഴത്തേക്കാണെങ്കിലും മുതുമല ഫോറസ്റ്റ് ആണെങ്കിലും ബന്ദിപ്പൂരാണെങ്കിലും കണ്ടമാനം ഇഷ്ടംപോലെ നമ്മൾ മാനുകളെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്കൂടെ ഫോറസ്റ്റുകാരുടെ മറ്റേ ചെറിയൊരു നമ്മുടെ പെട്ടി ഓട്ടോറിക്ഷ പോലുള്ള ഒരു വണ്ടി പോയായിരുന്നു. അത് ഈ 3 പേരുണ്ട്, ഒരാൾ ഓടിക്കുന്ന ആൾ, 2 പേരല്ലാതെ ഉള്ള ആൾക്കാർ, ഫോറസ്റ്റിൻ്റെ ഇതിലുള്ള തമിഴ്നാട്ടിൻ്റെ. അപ്പോൾ അവർ ഈ റോഡുകളിൽ 2 സൈഡിലുമായിട്ട് ഈ വണ്ടിയുടെ നടുക്ക് ഡ്രൈവർ ഇരുന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വേറെ 2 പേര് ഇരിപ്പുണ്ട്. അവർ ഓരോ സൈഡിൽ വണ്ടി ഇങ്ങനെ വന്ന് നിർത്തിയിട്ട് ഓരോ സൈഡിൽ ഒരാൾ ഇടത്തോട്ടും ഒരാൾ വലത്തോട്ടും ഇറങ്ങിയിട്ട് ഈ വേസ്റ്റ് ഇടുന്നത്, പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർ പിറക്കി കൊണ്ടുപോവുക. നിങ്ങൾ ഇത് കാണാൻ വരുന്നവർ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടരുത്. കാരണം ഇത് മൃഗങ്ങൾ കഴിച്ചിട്ട് അതിന് തന്നെയാണ് ദോഷം. നിങ്ങൾ കാടിനെ നിങ്ങൾ കണ്ട് ആസ്വദിച്ച് പോവുക, അല്ലാതെ അതുങ്ങളെ ഉപദ്രവിക്കുക. ഇത് ജനങ്ങളുടെ കുഴപ്പമാണ്, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണിത്. നിങ്ങൾ കഴിവതും അങ്ങനെ ചെയ്യാതിരിക്കുക. മാൻ നിൽക്കുന്നുണ്ട് പുള്ളിമാൻ. എൻ്റെ കയ്യിൽ ഗോപ്രയാണ് ഇരിക്കുന്നത്. അത്രയും ദൂരം ലോങ് കിട്ടുമോയെന്ന് അറിയത്തില്ല. അങ്ങ് താണ്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ നിൽപ്പുണ്ട്. കണ്ടോ, ഒറ്റ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല ഭാഗ്യമുണ്ട്. സാറിന് നമ്മൾ കാട്ടിക്കോട്ടുള്ള ഈ യാത്രയിലൊക്കെ ആനപ്പിണ്ടമാണ് കാണിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തായാലും ആനയെ കാണിക്കാൻ പറ്റും. ഇവിടുന്ന് ഞങ്ങളിപ്പോൾ നേരെ മസനഗുഡി പോകണം. മസനഗുഡിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടം വരെ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സഹകരിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരേക്കും ബൈ ബൈ.